The following is the balance sheet of Ram and Mohan who share profit in the ratio 3:2 as on 1st January. Liabilities, trade payable, Ram's capital, Mohan's capital, building, plant and machinery, inventories, trade receivables and bank balance. On this date, Mr. Shyam is appointed as a partner. He has to pay rupees 25,000 as his capital and rupees 10,000 as his share of goodwill to the firm as 1/5 share in profit. The new profit sharing ratio is 5:3:2. Assets are revalued as under: building 25,000, plant and machinery 12,000, inventories 12,000, trade receivables because of doubtful debts, that is 9,500. It was found that there was a liability for rupees 1,500 for goods received but not recorded in the books. Give journal entries to record the above. Also give balance sheet of the partnership firm after Shyam's admission. നമ്മൾക്ക് ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ആ ബാലൻസ് ഷീറ്റിൽ അസറ്റ്സും ലയബിലിറ്റീസും ക്യാപിറ്റലും ഉണ്ട്. റിസർവ്സുകളൊന്നും ഇല്ല. രണ്ട് പാർട്ട്നേഴ്സാണ് ഉണ്ടായിരുന്നത്, മിസ്റ്റർ റാമും മോഹനും. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 എന്നായിരുന്നു. അവർ പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്തു, മിസ്റ്റർ ശ്യാം. അദ്ദേഹത്തിന് കൊടുക്കുന്നത് 1/5 ഷെയർ ഇൻ പ്രോഫിറ്റ് എന്നുള്ള രൂപത്തിൽ അദ്ദേഹം ഗുഡ്വില്ലിലേക്ക് 10,000 റുപ്പീസ് കൊണ്ടുവന്നു. 25,000 റുപ്പീസ് ക്യാപിറ്റലായിട്ടും കൊണ്ടുവന്നു. പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 5:3:2. അസറ്റ്സുകളെല്ലാം റീവാല്യൂ ചെയ്യുന്നുണ്ട്. ബിൽഡിങ് അപ്വേർഡ് റിവാലുവേഷൻ ആണ്. അപ്പോൾ നിലവിലുള്ള പാർട്ട്നേഴ്സിന് പ്രോഫിറ്റ്സ് ആണത്. 18,000 ഉണ്ടായിരുന്ന ബിൽഡിങ് 25,000 ആയിട്ട് റീവാല്യൂ ചെയ്തു. അപ്പോൾ 7,000 അവിടെ റിവാലുവേഷൻ പ്രോഫിറ്റ് ഉണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറി 15,000 ഉണ്ടായിരുന്നത് 12,000 ആയിട്ട് ഡൗൺവേർഡ് റിവാലുവേഷൻ ചെയ്തു. 15 നിന്ന് 12 ആകുമ്പോൾ അവിടെ 3,000 റിവാലുവേഷനിലെ ലോസ് ഉണ്ട്. ഇൻവെന്ററീസ് നേരത്തെ 12,000 ആണ്, ഇപ്പോഴും 12,000 ആണ്. അപ്പോൾ അവിടെ വ്യത്യാസങ്ങളൊന്നും ഇല്ല. ട്രേഡ് റിസീവബിൾസ് ബിക്കോസ് ഓഫ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 10,000 ഉണ്ടായിരുന്ന ട്രേഡ് റിസീവബിൾസ് ഇപ്പോൾ 9,500 ആയി. അപ്പോൾ 500 റുപ്പീസിന് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അത് നിലവിലുള്ള പാർട്ട്നേഴ്സിന് ഒരു ലോസ് ആണ്. ഒരു അൺറെക്കോർഡഡ് ലയബിലിറ്റി ഉണ്ടായിരുന്നു, നേരത്തെ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയ ഒരു ലയബിലിറ്റി 1,500. അത് ഇപ്പോൾ റെക്കോർഡ് ചെയ്യണം. അത് റെക്കോർഡ് ചെയ്യുന്നതോടുകൂടെ പഴയ പാർട്ട്നേഴ്സിന് അതൊരു ലോസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, റിവാലുവേഷനിലെ പ്രോഫിറ്റ്സുകൾ ലോസ് ആണോ എന്ന് നോക്കിയിട്ട് ആ റിവാലുവേഷൻ പ്രോഫിറ്റ്സ് പഴയ പാർട്ട്നേഴ്സിന് പഴയ റേഷ്യോയിൽ വീതിച്ചു കൊടുക്കണം. നേരത്തെ ഉണ്ടായിരുന്ന അസറ്റ്സും ലയബിലിറ്റീസും എല്ലാം റീവാല്യൂ ചെയ്യുന്നുണ്ട്. ആ റിവാല്യൂ ചെയ്യുമ്പോൾ റിവാലുവേഷനിൽ പ്രോഫിറ്റ്സ് ആണോ ലോസ് ആണോ എന്ന് നോക്കിയിട്ട് ആ റിവാലുവേഷൻ പ്രോഫിറ്റ്സ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അത് പഴയ പാർട്ട്നേഴ്സിന് വീതിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ജേണൽ എൻട്രി ഇട്ട് തുടങ്ങാം. ഇത് ബിൽഡിംഗ് അപ്വേർഡ് റിവാലുവേഷൻ ആണ്. അപ്പോൾ അതൊരു പ്രോഫിറ്റ്സ് ആണ്. ബിൽഡിങ്ങിന്റെ വില കൂടുമ്പോൾ ബിൽഡിങ്ങിനെ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ. ബിൽഡിംഗ് എത്ര രൂപ കൂടി? 18 ഉണ്ടായിരുന്നത് 25,000 ആയി മാറി. അപ്പോൾ എത്ര കൂടി? 7,000 റുപ്പീസ് കൂടി. ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ 7,000. പ്ലാന്റ് ആൻഡ് മെഷീനറി കുറയുകയാണ്. അപ്പോൾ കുറയുന്ന കാര്യങ്ങൾ നമുക്ക് പിന്നീട് നോക്കാം. ആദ്യം കൂടുന്നത് നോക്കാം. പ്രോഫിറ്റ്സ് ഉള്ള കാര്യങ്ങൾ നോക്കാം. ബിൽഡിങ് കൂടി. പിന്നെ വേറെ ഏതാ കൂടിയിട്ടുള്ളത്? ഇൻവെന്ററി സെയിം തന്നെ. ട്രേഡ് റിസീവബിൾസ് ഒക്കെ കുറഞ്ഞു. അപ്പോൾ അതൊക്കെ നഷ്ടമാണ്. ബിൽഡിംഗ് മാത്രമാണ് കൂടിയിട്ടുള്ളൂ. ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ. ഈ ഉണ്ടാവുന്ന ലാഭങ്ങളെല്ലാം റിവാലുവേഷൻ അക്കൗണ്ടിൽ പോയി ക്രെഡിറ്റ് ചെയ്യാം, 7,000. ഇനി നഷ്ടങ്ങളുടെ കണക്ക് നോക്കാം. എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഡൗൺവേർഡ് റിവാലുവേഷൻ ഉണ്ടായി. അസറ്റ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി എല്ലാം കുറഞ്ഞു. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ 2. ഒന്ന് പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറി നേരത്തെ ഉണ്ടായിരുന്നത് 15 ആയിരുന്നു, 15,000. അതിപ്പോൾ എത്ര ആയി മാറിയിട്ടുണ്ട്? 12,000 ആയി മാറി. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ 3,000 രൂപ ലോസ് ഉണ്ടായിട്ടുണ്ട്. ഇൻവെന്ററി സെയിം തന്നെയാണ്, അപ്പോൾ ഒന്നും ചെയ്യണ്ട. ഒരു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഇടണം. ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. 10,000 ഉണ്ടായിരുന്ന ട്രേഡ് റിസീവബിൾസ് 9,500 ആക്കി മാറ്റാൻ പറയുന്നുണ്ട് ബിക്കോസ് ഓഫ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്.
500 നമ്മൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എടുത്തു. 10,000 മൈനസ് 9,500. ഇനി ഒരു അൺറെക്കോർഡഡ് ലയബിലിറ്റി ഉണ്ടായിരുന്നു. ഒരു ലയബിലിറ്റി എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. എത്ര രൂപയുടെ? 1,500ന്റെ ഒരു ലയബിലിറ്റി എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. ടു ട്രേഡ് പേയബിൾ ഒരു ലയബിലിറ്റി എഴുതാൻ വിട്ടുപോയി. ടു ട്രേഡ് പേയബിൾ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ട്രേഡ് പേയബിൾ ആണെന്ന്. 1,500. അപ്പോൾ റിവാലുവേഷനിൽ എത്ര ഡെബിറ്റ് ചെയ്യണം? എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 3,000 പ്ലസ് 500 പ്ലസ് 1,500 ദാറ്റ് ഈസ് 5,000. റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ 5,000. ടു പ്ലാന്റ് ആൻഡ് മിഷനറി 3,000. ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 500. ടു ട്രേഡ് പേയബിൾ 1,500. അപ്പോൾ റിവാലുവേഷനിൽ എത്ര പ്രോഫിറ്റ്സ് ആണ് ലോസ് ഉണ്ട് എന്ന് നോക്കണം. റിവാലുവേഷനിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്തത് 7,000ഉം 5,000 ഡെബിറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിവാലുവേഷനിൽ പ്രോഫിറ്റ്സ് നെറ്റ് പ്രോഫിറ്റ് ഇപ്പോൾ എത്ര? റിവാലുവേഷനിൽ ഈ 7,000ൽ നിന്ന് 5,000 പോയി കഴിഞ്ഞാൽ 7,000 നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, 5,000 റിവാലുവേഷനിൽ ഡെബിറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിവാലുവേഷനിൽ എന്താണ്? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? പ്രോഫിറ്റ്സ് ആണ്. ആ പ്രോഫിറ്റ്സ് രണ്ടുപേർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നരേഷനൊക്കെ എഴുതണം കേട്ടോ. റിവാലുവേഷനിൽ പ്രോഫിറ്റ്സ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ പഴയ പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കുക. റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ 2,000 ആണ് പ്രോഫിറ്റ്സ് ഉള്ളത്. അവരുടെ പഴയ റേഷ്യോയിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ടു റാംസ് ക്യാപിറ്റൽ ടു മോഹൻസ് ക്യാപിറ്റൽ. പഴയ റേഷ്യോ 3:2 ആണ്. 3:2. അപ്പോൾ 2,000 ഇൻറ്റു രാമിന് 3/5, മോഹന് 2,000 ഇൻറ്റു 2/5. 1,200ഉം 800ഉം രണ്ടുപേർക്കും വീതിച്ചു കൊടുത്തു. റിവാലുവേഷൻ പ്രോഫിറ്റ്. ഇനി പുതിയ പാർട്ട്ണർ ഒരു 25,000 രൂപ ക്യാപിറ്റലിലേക്കും 10,000 രൂപ ഗുഡ് വില്ലിലേക്കും എന്ന് പറഞ്ഞിട്ട് തരുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 25,000ഉം 10,000ഉം ടോട്ടൽ തരുന്നത് 35,000 റുപ്പീസ് ആണ്. പുതിയ പാർട്ട്ണർ 35,000 റുപ്പീസ് തരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ക്യാപിറ്റലിൽ അത് തൽക്കാലം ക്രെഡിറ്റ് കൊടുക്കുക. ടു ഷ്യാംസ് ക്യാപിറ്റൽ 35,000. 10,000 റുപ്പീസ് ഗുഡ് വില്ലിലേക്കുള്ളതാണ്. ഷ്യാമിനെ ഡെബിറ്റ് ചെയ്തിട്ട് ഈ സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കണം. ആ ഗുഡ് വില്ല് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഷ്യാംസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ അദ്ദേഹം കൊണ്ടുവന്നത് ഗുഡ് വില്ലിലേക്ക് അതിൽ 10,000 രൂപയാണ്. അത് ഈ സാക്രിഫൈസ് ചെയ്യുന്ന പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കണം. ടു റാംസ് ക്യാപിറ്റൽ ടു ഷ്യാംസ് ക്യാപിറ്റൽ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എത്രയാണ് സാക്രിഫൈസിങ് റേഷ്യോ എത്രയാണെന്നുള്ളത് അറിയണം. വർക്കിംഗ് നോട്ട് നമ്പർ 1 സാക്രിഫൈസ് റേഷ്യോ എങ്ങനെയായിരുന്നു? ഓൾഡ് റേഷ്യോ 3/5 ആൻഡ് 2/5. ന്യൂ റേഷ്യോ 5:3:2 ആണ്. 5/10, 3/10, 2/10. 3/5 നമ്മൾ 10ലേക്ക് ആക്കുകയാണെങ്കിൽ 6/10. 2/5 10ലേക്ക് ആക്കുകയാണെങ്കിൽ 4/10. അപ്പോൾ സാക്രിഫൈസ് എന്ന് പറയുന്നത് 6/10 ഉണ്ടായിരുന്നത് 5/10 ആയി മാറി. ഇദ്ദേഹത്തിന്റെ സാക്രിഫൈസ് 1/10 ആണ്. ഇദ്ദേഹത്തിന്റെ സാക്രിഫൈസോ 4/10 ഉള്ളത് 3/10 ആയി. 1/10. വില്ല് അദ്ദേഹം കൊണ്ടുവന്നത് 10,000 രൂപയാണ് ഗുഡ് വില്ല്. ആ ഗുഡ് വില്ല് 1:1 എന്ന് പറയുന്ന റേഷ്യോയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സാക്രിഫൈസ് ചെയ്യുന്ന രാമിനും മോഹനും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക 1:1. 10,000 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക 1:1. ദാറ്റ് ഈസ് 5,000 ആൻഡ് 5,000. റേഷൻ എഴുതുക. ഗുഡ് വിൽ അഡ്ജസ്റ്റഡ് ഇൻ സാക്രിഫൈസിങ് റേഷ്യോ. നമുക്ക് പുതിയ ബാലൻസ് ഷീറ്റ് വരയ്ക്കണം. പുതിയ ബാലൻസ് ഷീറ്റ് വരയ്ക്കണമെങ്കിൽ നമുക്കൊരു വർക്കിംഗ് നോട്ട് ചെയ്യണം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ രാം, മോഹൻ ആൻഡ് ശ്യാം. ഓപ്പണിംഗ് ബാലൻസ് ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ. രാമിന് 20,000 ബാലൻസ് ഉണ്ടായിരുന്നു. മോഹൻ 25,000. നമുക്ക് ബാലൻസ് ഷീറ്റിൽ നിന്ന് കിട്ടും ആ എമൗണ്ട്. 20,000ഉം 25,000 ആയിരുന്നു അവരുടെ ബാലൻസ്. ഇവരുടെ റീവാലുവേഷൻ പ്രോഫിറ്റ്സ് നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കൊടുത്തു ബൈ റിവാലുവേഷൻ. റിവാലുവേഷൻ പ്രോഫിറ്റ് എത്ര ഉണ്ടായിരുന്നു? രാം 1,200, മോഹൻ 800. ദെൻ ബൈ ബാങ്ക് ശ്യാം എമൗണ്ട് കൊണ്ടുവന്നു. ബൈ ബാങ്ക് 35,000. ശ്യാം കൊണ്ടുവന്നത് 35,000 കൊണ്ടുവന്നു. ശ്യാം 35,000. ആ 35,000 നമ്മൾ അതിൽ 10,000 നമ്മൾ ഷ്യാമിന് ഡെബിറ്റ് ചെയ്യണം. അത് ഗുഡ് വില്ലിന് വേണ്ടി കൊണ്ടുവന്നതാണ്. ടു റാം ടു മോഹൻ. നമ്മൾ 5,000 റുപ്പീസും ഷ്യാമിനെ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ഇവർക്ക് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കുക ബൈ ശ്യാം. രാമിനും മോഹനും ആ ഗുഡ് വില്ലിന്റെ ക്രെഡിറ്റ് കൊടുക്കുക. 5,000 എന്നിട്ട് 10,000 റുപ്പീസിന് നമ്മൾ ഷ്യാമിനെ ഡെബിറ്റ് ചെയ്തു. ടോട്ടൽ ചെയ്യാം.
ഒരു ലൈൻ വിട്ടിട്ട് വേണം എപ്പോഴും ചെയ്യാൻ. ടു ബാലൻസ് ക്യാരി ഡൗൺ, ഇവിടെ ബാലൻസ് 26,200 തന്നെ, ഇവിടെ 30,800, ഷ്യാമിന് 25,000. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ട്രേഡ് പേയബിൾ നേരത്തെ ഉണ്ടായിരുന്നത് 15,000 ആയിരുന്നു. ഒരു അഡീഷണൽ ആയിട്ട് ഒരു 1,500 കൂടി അൺറെക്കോർഡഡ് ലയബിലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അത് 16,500 ആയി. ക്യാപിറ്റൽ 3 ആളുണ്ട് ഇപ്പോൾ, നമ്മളത് വർക്കിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വർക്കിംഗ് നിന്ന് എടുത്ത് എഴുതുക. നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ പോവാം. ഇതാണ് രാമിൻ്റെ ക്യാപിറ്റൽ 26,200, മോഹൻ 30,800, ദെൻ ശ്യാം 25,000, ടോട്ടൽ 82,000 ആണ്. ഇനി നമുക്ക് അസറ്റ്സുകളാണ്. ബിൽഡിങ് റീവാല്യൂഡ് ഫിഗർ എഴുതുക. ബിൽഡിങ് റീവാല്യൂ ചെയ്ത എമൗണ്ട് ഇപ്പോൾ 25,000 ആണ്. റീവാല്യൂ ചെയ്തു, 25,000 ആയി. പ്ലാന്റ് ആൻഡ് മെഷീനറി 12,000 ആയി മാറി. ദെൻ ഇൻവെന്ററി സെയിം തന്നെ 12,000. ദെൻ ട്രേഡ് റിസീവബിൾസ് ഇന്നർ കോളം 10,000 ലെസ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, ദാറ്റ് ഈസ് 500. ദെൻ ഔട്ടർ കോളം 9,500. ദെൻ ബാങ്ക് ബാലൻസ് നേരത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുണ്ടായിരുന്നത് 5,000 ആയിരുന്നു. അതിലിപ്പോൾ ഷ്യാം 35,000 കൊണ്ടുവന്നു, 40,000 ആയി മാറി. ബാങ്ക് ബാലൻസ് 40,000. ടോട്ടൽ ചെയ്യാം 98,500 ബാലൻസ് ഷീറ്റ് ടോട്ടൽ.